2019 തീപിടുത്തത്തെ തുടർന്ന് 5 വർഷത്തോളമായി അടച്ചിട്ട പാരീസിലെ നോട്ടർഡാം കത്തീഡ്രൽ പുനർനിർമ്മാണത്തിന് ശേഷമുള്ള ആദ്യത്തെ പൗരോഹിത്യ സ്വീകരണത്തിന് സാക്ഷ്യം വഹിച്ചു. 2025 ജൂൺ 28 വിശുദ്ധരായ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാളിന്റെ തലേദിനത്തിൽ പാരീസ് ആർച്ച് ബിഷപ്പ് ലോറന്റ് ഉൾറിച്ച് 16 നവവൈദികരെ പൗരോഹിത്യത്തിലേക്ക് അഭിഷേകം ചെയ്തു. 20 വർഷത്തിലേറെയായി പാരീസ് അതിരൂപതയിൽ പൗരോഹിത്യം സ്വീകരിക്കുന്ന ഏറ്റവും വലിയ സംഘത്തിന്റെ തിരുപ്പട്ട സ്വീകരണത്തിനാണ് കഴിഞ്ഞ ദിവസം നോട്ടർഡാം സാക്ഷിയായത്. ഈ അവർണ്ണനീയ നിമിഷങ്ങളിൽ പങ്കെടുക്കാൻ ഏകദേശം 5000 പേർ കത്തീഡ്രലിനുള്ളിൽ സന്നിഹിതരായിരുന്നു. അതേസമയം 3000 പേർ മുൻവശത്തു നിന്ന് വലിയ സ്ക്രീനുകളിൽ തിരുപ്പട്ട ശുശ്രൂഷകൾ വീക്ഷിച്ചു. 27-നും 42-നും ഇടയിൽ പ്രായമുള്ള 16 നവവൈദികർ, മുൻ ആർമി ഡോക്ടർ, IT സ്പെഷ്യലിസ്റ്റ്, സ്പോർട്സ് പരിശീലകൻ എന്നിവരുൾപ്പെടെ വിവിധ പ്രൊഫഷണൽ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരാണ്. അവരിൽ 8 പേർ സന്യാസ സമൂഹങ്ങളിലെ അംഗങ്ങളാണ്. പകുതിയും ഇമ്മാനുവൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. ഒരു ഫ്രഞ്ച് കത്തോലിക്ക സംഘടനയാണ് ഇമ്മാനുവൽ കമ്മ്യൂണിറ്റി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം പൗരോഹിത്യം സ്വീകരിച്ചവരുടെ എണ്ണത്തിൽ ശ്രദ്ധേയമായ വർധനവുണ്ടായിട്ടുണ്ട്. ഫ്രാൻസിലെ കത്തോലിക്ക സഭയിൽ ഈസ്റ്ററിൽ 10,388-ലധികം മുതിർന്ന സ്നാനാർത്ഥികളെ മാമോദീസായിലൂടെ കത്തോലിക്കരായി സ്വാഗതം ചെയ്തിരുന്നു. ഇത് 2024-നെ അപേക്ഷിച്ച് 45% വർധനവാണ്. രാജ്യത്തുടനീളമുണ്ടായ വിശാലമായ ഒരു ആത്മീയ പുനരുജ്ജീവനത്തിന്റെ സാക്ഷ്യമാണ് ഇവയെല്ലാം. 2025-ൽ ഫ്രാൻസിലുടനീളം ആകെ 90 വൈദിക വിദ്യാർത്ഥികൾ പൗരോഹിത്യം സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ 73 രൂപതാ വൈദികർ ഉൾപ്പെടുന്നു. സന്യാസ സമൂഹങ്ങളിൽ സെന്റ് മാർട്ടിൻ സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ പേർ പൗരോഹിത്യം സ്വീകരിക്കുന്നത്. നിലവിൽ 9 വൈദിക വിദ്യാർത്ഥികൾ വൈദിക പഠനത്തിൽ തുടരുന്നു. സജീവമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും അചഞ്ചലമായ പ്രത്യാശയിലൂടെയുമുള്ള നവവൈദികരുടെ സാക്ഷ്യം അവരുടെ പൗരോഹിത്യ ജീവിതത്തിന്റെ യഥാർത്ഥ സമ്പത്താണെന്ന് ആർച്ച് ബിഷപ്പ് ഉൾറിച്ച് തന്റെ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.